എത്ര വന്നാലും എന്ത് രസമല്ലേ ഇവിടെ വന്നിരിക്കാൻ. ഈ കടലിൻ്റെ കാറ്റും ഈ തിരയുടെ ഒച്ചയും. പണ്ട് നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ കോളേജ് ഫെസ്റ്റിൻ്റെ തലേ ദിവസം നമ്മൾ മതിൽ ചാടി ഇവിടെ വന്നിരുന്നതും. പിന്നെ 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 നമ്മുടെ ഫസ്റ്റ് കിസ്സും. അന്ന് നമ്മളെടുത്ത തീരുമാനമായിരുന്നു എന്തു വന്നാലും നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. അന്ന് ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനല്ലേ. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലെങ്കിൽ ഈ കലിപ്പന്മാരൊക്കെ ഇങ്ങനെയാ, ഒന്ന് പറഞ്ഞാൽ അടുത്തേനെ പിണങ്ങും. അതെ, ഇന്ന് പൊമ്മു വിളിച്ചിരുന്നു. അവളുടെ ആ ചുറ്റുകളി വീട്ടിൽ അറിഞ്ഞു എന്നാ തോന്നുന്നത്. ഇനി അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്നും ചോദിച്ചു. എന്തു ചെയ്യാനാ, നമ്മളിതൊക്കെ കഴിഞ്ഞല്ലേ ഇവിടം വരെ എത്തിയേ. അവൾ പറയണ കേട്ടപ്പോൾ എനിക്ക് തന്നെ ക്രിഞ്ചടിച്ചു പോയി. നമ്മൾ ഇത്ര ബോറായിരുന്നോ? ഞാൻ പറഞ്ഞു അവൻ വരട്ടെ, എന്തേലും വഴി ഉണ്ടാക്കാമെന്ന്. അവൾക്കാണെങ്കിൽ ടെൻഷൻ മാത്രം. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തില്ലാത്ത ടെൻഷനേ ഇപ്പോൾ അവൾക്ക്. എത്രയൊക്കെ ആയാലും അമ്മയ്ക്കും പപ്പയ്ക്കും നീ പറയുന്നത് തന്നെ വലുത്. അവരെന്തൊക്കെയായാലും നിൻ്റെ അഭിപ്രായം ചോദിക്കും. ആ, കോൾ വന്നല്ലോ. ഇപ്പം എടുക്കണ്ട, അവളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിട്ട് എടുത്താൽ മതി. ഇല്ലേ പിന്നെ ഇടയ്ക്ക് എന്തേലും പറഞ്ഞ് മൊത്തം കൊള്ളാം. അടുത്ത് വന്നു, ഇരുന്നു, ഫോൺ എടുത്തു. ഇതിന് മാത്രം ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. വയ്ക്കണ്ട, ഇങ്ങത്താ. അല്ല, മമ്മി അറിഞ്ഞാലിപ്പോൾ എന്താ? മമ്മി അറിഞ്ഞാൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ. ചിരിച്ചോ. പപ്പ അറിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ചിരിയും പോയിരുന്നു. പക്ഷെ പപ്പ അറിയാൻ വഴിയില്ല, പപ്പ എസ്റ്റേറ്റിലല്ലേ. നീ എന്തായാലും പപ്പ വരുമ്പോഴേക്കും എല്ലാം പറഞ്ഞ് സെറ്റാക്കിയേക്കണം. അവരും നമ്മളെ പോലെ ജീവിച്ചാട്ടെ അല്ലേ. അല്ല, വേണ്ട, നമ്മളെപ്പോലെ വേണ്ട അജു. ഞാൻ അവളെ നല്ലോണം മിസ് ചെയ്യും. നമ്മുടെ ലവ് സ്റ്റോറി എന്ത് വെറൈറ്റി അല്ലേ. ആദ്യം ഞാൻ അലമ്പാക്കി ബ്രേക്കപ്പായി, പിന്നെ നീ, പിന്നെ നമ്മൾ മ്യൂച്വലി ഗ്യാപ്പ് എടുക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. പക്ഷെ അവസാനം എനിക്ക് ഇതിനെ കിട്ടിയില്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? എപ്പോഴെങ്കിലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴും ഹോസ്പിറ്റലും മരുന്നും. എന്തായാലും നമ്മുടെ ലൈഫ് പോലെ ആവരുത് അവരുടെ. അവർക്ക് നമുക്കൊരു നല്ല ലൈഫ് കൊടുക്കണം. നീ അച്ഛനോട് പറഞ്ഞ എല്ലാം ശരിയാക്കി കൊടുക്കണം. എന്നെക്കാൾ ഇഷ്ടമായിരുന്നു അവൾക്ക് നിന്നോട്. പണ്ട് ഞങ്ങൾ തല്ലുകൂടുമ്പോൾ അവൾ എപ്പോഴും പറയുമായിരുന്നു അവൾക്കൊരു ചേട്ടനെ മതിയെന്ന്. അതുകൊണ്ട് തന്നെ നീ വന്നപ്പോൾ അവൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ചിലരുടെ ലൈഫ് അങ്ങനെയാടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും, സ്ട്രഗിൾ ചെയ്യും, കുറേ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ നേടിയെടുക്കുക. പക്ഷെ അത് അനുഭവിക്കാൻ മാത്രം യോഗം ഉണ്ടാവില്ല. വിധിയോ അവരെ തോൽപ്പിക്കും. അജു, ഞാൻ എങ്ങാനും നിന്നെ വിട്ടുപോയാ നീ എന്തായിരിക്കും എൻ്റെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാ? യുവർ സ്മെൽ. പണ്ട് ഞാൻ പഠിക്കാൻ ചെന്നൈയിൽ പോയിരുന്നപ്പോഴും നീ ഇതന്നെയല്ലേ പറഞ്ഞേ? നമ്മൾ ഒരാളുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആണെങ്കിൽ
അവരുടെ ആബ്സെൻസിൽ നമുക്ക് അവരെ സെൻസ് ചെയ്യാൻ പറ്റും. കണ്ണുകളിൽ നിന്ന് മാത്രമേ അവർ അകലുള്ളൂ. ബാക്കിയെല്ലാം ഒപ്പം തന്നെ ഉണ്ടാവും. അവരുടെ ഒപ്പമുള്ള ഓരോ മൊമെൻറ്റ്സും അവരുടെ ഓർമ്മകളും എല്ലാം ഓടി നടന്ന് പറയും അവരെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പൊ ആ സ്മെല്ല് നിന്നപ്പോഴാണോ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ ഓടി വരാറ്? അല്ല, ഇങ്ങനെ കിടന്നാ മതിയോ? അമ്മ എത്ര നേരമായി വിളിക്കുന്നു, വാ എണീക്ക്. ഹലോ. ആ ആ അജു, ഞാൻ എങ്ങാനും നിന്നെ വിട്ടുപോയാ നീ എന്തായിരിക്കും എന്റെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാ? കണ്ണുകളിൽ നിന്ന് മാത്രമേ അവർ അകലുള്ളൂ. ബാക്കിയെല്ലാം ഒപ്പം തന്നെ ഉണ്ടാവും. അവരുടെ ഒപ്പമുള്ള ഓരോ മൊമെൻറ്റ്സും അവരുടെ ഓർമ്മകളും എല്ലാം ഓടി നടന്ന് പറയും അവരെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.